സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് തിപ്പലിയിലെ കുമ്പിക്ക് കുരുമുളക് ഒന്നുകൂടെ ഒന്ന് ബഡ് ചെയ്യുകയാണ്. അതായത് നേരത്തെ ഇത് കേറുതലയാണ്. നമ്മൾ കുന്നേരൊക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു കൊടിയുടെ താഴോട്ട് നീളത്തിൽ നമ്മളെ ഏറ്റവും മണ്ടയിൽ നിന്ന് എടുക്കുന്ന ഒരു കേറുതലയാണ്. അതായത് കുറ്റിക്കുരുമുളകല്ല, നമ്മൾ തിപ്പലിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിനായിട്ട് ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കുക. അതിനുശേഷം നല്ലപോലെ രണ്ട് സൈഡും നല്ലപോലെ കൂർപ്പിച്ച് റെഡിയാക്കുക. നല്ലപോലെ പറ്റയടിച്ച്. മറ്റേത് തിപ്പലിയാണ്. ഈ ഇരിക്കുന്ന നമ്മുടെ കയ്യിൽ നമ്മൾ ഇപ്പം കുമ്പിക്കലിൻ്റെ കേറുതലയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു തിപ്പലിയുടെ ഒരു കണ്ണുണ്ട് ഇങ്ങനെ റൗണ്ടിലുള്ള, അവിടെ വെച്ചങ്ങ് ഒടിച്ചങ്ങ് എടുക്കുക, കട്ട് ചെയ്തെടുക്കുക. 2-3 ഇങ്ങനെ മുട്ട് വെച്ച് കട്ട് ചെയ്യണം. ഇതിൻ്റെ നല്ല ബഡിങ് ശരിക്കും പിടിക്കത്തുള്ളൂ. അതിനുശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാസം പിന്നെയും അതിൽ ബഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. കാരണം ഈ തിപ്പലി ബഡ് ചെയ്തെങ്കിൽ ഒരിക്കലും അതിൻ്റെ വേരൊന്നും ചീഞ്ഞു പോകില്ല. ഏത് മഴയത്താണേലും നമ്മുടെ വേരിന് ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ തിപ്പലിയിൽ ബഡ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അത് നടുവിൽ ഒന്ന് കീറിയെടുക്കുക. അതിനുശേഷം ഉണ്ടോ ബ്ലേഡ് നല്ലപോലെ ഇറക്കുക. ശേഷം ചെറിയ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് ദൂരെ കളയുക. പുതിയ ഇലകൾ മുളച്ചോളും. പുളിയപ്പം കട്ടാതെ നല്ലപോലെ ഒരു ബട്ടൺ ടേപ്പ് ഇതിലേക്ക് കറക്റ്റ് ഇറക്കി വിടുക. എന്നിട്ട് ബട്ടൺ ടേപ്പ് വെച്ച് നല്ലപോലെ വലിച്ചു മുറുക്കുക. അതിനുശേഷം ചെറിയൊരു റബ്ബർ ബാൻഡോട് ഇട്ട് ഒന്ന് റെഡിയാക്കുവാണെങ്കിൽ വളരെയധികം ബെറ്ററാണ്. നല്ലപോലെ പോകാം. പിന്നെ നമുക്കൊരു 45 ഡേയ്സ് കഴിഞ്ഞ് ഇത് എടുത്താൽ മതി. ഈ ബട്ടൺ ടേപ്പ് അഴിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും എല്ലാം സെറ്റാവും. പിന്നെ വെയിലും മഴയൊന്നും കൊള്ളാത്തടുത്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ അവക്കാഡോ റീബഡിങ്ങാണ് കാണിക്കുന്നത്. അവക്കാഡോയുടെ സൈഡ് ഇതെല്ലാം എടുത്തിട്ട് നമ്മളൊന്ന് അവക്കാഡോ ഒന്നുകൂടെ ഒന്ന് ബഡ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നൊരു ലൈവ് സ്ട്രീം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്ത സൺഡേ അവക്കാഡോ ബഡിങ് ലൈവ് സ്ട്രീം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കുമ്പിക്കൽ കുരുമുളക് തിപ്പലിയിൽ കേറുതലയാണ് പറ്റിയിരിക്കുന്നത്. ഇത് നമ്മൾ കൊന്നയിലൊക്കെ കയറ്റി വിടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ എന്തേരം വന്നാലും മഴ വന്നാലും ചീഞ്ഞു പോകത്തില്ല. നീർവാട്ടോ ഈ ഇലയുടെ തണ്ട് ഒരു മഞ്ഞ കളറാകുന്ന ആ രീതിയൊന്നും വരികയില്ല. പ്രത്യേകിച്ച് കുമ്പിക്കലാകുമ്പോൾ ഇതൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ കുമ്പിക്കലിൻ്റെ കേറുതലയാണ് ഫുള്ളി ബഡ് ചെയ്യാനെടുക്കുന്നത്. അതാകുമ്പം നമുക്ക് കേടൊന്നും വരാതെ നല്ല രീതിയിൽ ഇന്നത്തെ ലൈവ് സ്ട്രീമിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബഡിങ്ങിൻ്റെ 45 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ. അതായത് ഇത് മുഴുവൻ അഴിച്ച് എടുക്കുന്ന ഒരു ലൈവ് സ്ട്രീമായിരുന്നു നമ്മൾ രാവിലെ ഇട്ടിരുന്നു. വേണ്ടവർക്ക് അത് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഏകദേശം നല്ലൊരു ചെറിയ രീതിയിൽ അങ്ങ് ഇലയും കട്ട് ചെയ്തേക്കണം. ഇനി വെയിലും മഴയും ഡയറക്റ്റ് അടിക്കാത്തടുത്ത് വെക്കുക. ഓക്കെ, ബൈ.